ശ്രീ പി ടി കുഞ്ഞുമുഹമ്മദ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പി ടി കുഞ്ഞുമുഹമ്മദ്, താങ്കൾ ഒരു കാലത്ത് ഒരു പക്ഷേ ഇതുപോലെ സമൂഹ മാധ്യമങ്ങളിലൂടെ വളരെ പെട്ടെന്ന് ആളുകളിലേക്ക് വാർത്തകൾ എത്തിക്കുക, അങ്ങനെ ധനസഹായം അടക്കം ലഭിക്കുക, അല്ലെങ്കിൽ അവരെ തിരികെ കൊണ്ടുവരുവാനുള്ള മാർഗങ്ങൾ തുറക്കുക എന്നതൊക്കെ ഇപ്പോൾ വളരെ എളുപ്പമാണ്. പക്ഷേ അതിനൊക്കെ മുമ്പ് തന്നെ ടെലിവിഷൻ പ്രോഗ്രാമിലൂടെ അടക്കം കാണാതായിട്ടുള്ള, ഒറ്റപ്പെട്ടു പോയിട്ടുള്ള, എവിടെയെന്നറിയാത്ത ആളുകളെയൊക്കെ തിരികെ എത്തിക്കാൻ മുൻകൈ എടുത്തിട്ടുള്ള ഒരാൾ കൂടിയാണ്. ഇപ്പോഴത്തെ ഈ അബ്ദുറഹീമിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച്, സാഹചര്യത്തെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇത് മലയാളി ലോകത്തിലെ തന്നെ മാനവികത ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമൂഹമായി മാറി എന്നുള്ളതിന് ഒരു തെളിവായിട്ടാണ് റഹീമിന്റെ ഈ മോചനദ്രവ്യം നമ്മൾ സമാഹരിച്ചതിലൂടെ കാണുന്നത്. കേരളം ജാതി മതങ്ങൾക്കപ്പുറം മതേതരത്തിന്റെയും ജനാധിപത്യത്തിന്റെയും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന അപൂർവ സമൂഹമാണ് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒന്നായിട്ടാണ് ഇത്. നമ്മൾ പത്രത്തിലൂടെ വായിച്ച ഒരു സംഭവം വെച്ചിട്ട് അയാളൊരു നിരപരാധിയായിട്ടുള്ള ഒരു മനുഷ്യനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തോട് കോടതിയിൽ, അവിടുത്തെ ഒരു കോടതിയിലെ ഒരു ഗുണമായിട്ട് തോന്നുന്നത് ഇത്തരം ശിക്ഷകളില് ഈ മോചനദ്രവ്യം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അന്നല്ലേ അത് കൊടുത്തില്ലെങ്കിലേ കൊല്ലുള്ളൂ. പക്ഷെ ഇത്രയും ഭീമമായ ഒരു സംഖ്യ ആ കുടുംബം ചോദിച്ചത് വെറും കൊടും ക്രൂരതയാണ് എന്ന്. അത് ഇത്തരത്തിലുള്ള മനോഭാവം ഈ ജോലി ചെയ്യുന്ന പാവപ്പെട്ടവരോട് കാണിക്കുന്ന ഒരു മനോഭാവം അറബികളിൽ പഴയ കാലത്തുണ്ട്, ഇപ്പോഴും ഉണ്ട്. എല്ലാവരും ഒന്നാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ ക്രൂരതയുടെ മുഖം കൂടിയാണ് ആ വിധി, ഈ മോചനദ്രവ്യത്തിന്റെ വലിയ തുക എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ആരോ ചോദിച്ച ആടുജീവിതം ഇറങ്ങിയപ്പോ ഇതൊക്കെ നടക്കുന്നതാണ്. അതിലപ്പുറം നടന്നിട്ടുണ്ട്. എത്രയോ കഥകളുണ്ട്, എത്രയോ സ്റ്റോറികൾ എന്റെ കയ്യിലുണ്ട്. ഇതൊക്കെ ഉണ്ട്. കാരണം അതൊരു അടിമത്തം ഇന്നും നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് അവിടുത്തെ സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നമ്മളിങ്ങനെ വെറുതെ അറേബ്യയിൽ നിലനിൽക്കുന്നൊക്കെ വലിയ മഹത്തരമാണ് എന്നൊന്നും കൊട്ടിഘോഷിച്ചിട്ടൊന്നും കാര്യമല്ല. അവിടെ അടിമത്ത വ്യവസ്ഥിതിക്ക് തുല്യമായ സ്പോൺസർഷിപ്പ് ഒന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും നിലനിൽക്കുന്നു. മാത്രമല്ല നമ്മുടെ എംബസികൾ എന്നൊക്കെ പറയുന്നത് എന്തൊരു എംബസി എന്നാ പറയാ. ഈ മൂന്നാം ലോക രാജ്യങ്ങളിലെ പാകിസ്ഥാൻ, ഇന്ത്യ, ബംഗ്ലാദേശ്, അസംബിൾ എംബസി എന്നൊക്കെ പറഞ്ഞാൽ ഒരു വിലയില്ല എന്ന് അവർക്കൊന്നും ഒരു വിലയില്ല. ഇവര് വെറുതെ പറയണതാണ് വേണ്ടെന്ന്. അതേ സ്ഥാനത്ത് ജർമ്മൻകാരനെ ഒന്ന് തൊട്ട് നോക്കട്ടെ, അല്ലെങ്കിൽ ഫ്രഞ്ചുകാരനെ ഒന്ന് തൊട്ട് നോക്കട്ടെ, അപ്പൊ കാളാതിന്റെ എടുക്കും. അവരോടൊന്നും ഇത് കാണിക്കില്ല. ഒരു ജർമ്മൻകാരന്റെ പാസ്പോർട്ട് ഒരു അറബി പിടിച്ചു വെച്ചപ്പോ ജർമ്മൻ എംബസിന്ന് ഒരൊറ്റ ഫോൺ കോളാണ്. ഇത് നിന്റെ തന്ത കൊടുത്ത പാസ്പോർട്ടല്ല, ഇത് ഫെഡറൽ ജർമ്മനിയുടെ പാസ്പോർട്ടാണ്. 5 മിനിറ്റിനുള്ളിൽ നീ കൊടുത്തില്ലെങ്കിൽ വിവരം അറിയുന്ന പറഞ്ഞു. അല്ല, അപ്പൊ കൊടുത്തു. ഇത് എനിക്ക് അനുഭവമുള്ള പറയണതാ. അപ്പൊ അതൊന്നിനുള്ളൊരു താക്കത്ത്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഇന്ത്യയുടെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന എംബസികൾക്ക് ബലമില്ല, ശക്തിയില്ല, ഒരു തരത്തിലുള്ള എന്താ പറയാ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു അധികാരത്തിന്റെയും അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ പ്രാതിനിധ്യത്തിന്റെയും ഒന്നും തന്നെ വില കാണുന്നില്ല എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ വീണ്ടും പരിശോധിക്കേണ്ടതാണ്. ഇന്ത്യൻ എംബസി എന്നൊക്കെ ഒരു കാര്യം ഞാൻ അംഗീകരിക്കുന്നു. ഒരു കോടിയോളം വരുന്ന ഇന്ത്യക്കാരുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. 1 കോടിയിൽ കൂടുതലുണ്ട് ഇന്ത്യക്കാർ വേണമെന്നുണ്ടെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ. ഇത്തരം ആളുകളുടെ ഈ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് ആരറിയുന്നു, വേറെ ഏതൊരു എംബസിയിലും അറസ്റ്റ് ചെയ്താല് അപ്പൊ തന്നെ എംബസിനെ അറിയിക്കണം ഒരു പൗരനെ. ഇവിടെ ഏതെങ്കിലും എംബസികൾക്ക് ഇതിന്റെ പൗരനെ അറസ്റ്റ് ചെയ്തെന്ന് പറയാൻ പറ്റുമോ? കാണാതായാല് അപ്പൊ ഞാൻ എന്റെ 2500 കേസെങ്കിലും കൈരളിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. വളരെയധികം നന്ദി ശ്രീ പി ടി കുഞ്ഞുമുഹമ്മദ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. ശരി, വളരെയധികം. അതായത് ജാതി മത ചിന്തകൾക്ക് ഒക്കെ അപ്പുറത്ത്
മലയാളിയുടെ കൂട്ടായ്മ കൂടിയാണ് ഇതിലൂടെ പ്രകടമാകുന്നത്. ഇത് വലിയൊരു നേട്ടം എന്ന് തന്നെയാണ് അദ്ദേഹം ഉയർത്തി കാണിക്കുന്നത്. അതോടൊപ്പം ഞങ്ങളുടെ ക്യാമറാമാൻ വിനോദ് ഇപ്പോൾ